ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിനായി നൽകിയ എസ്റ്റിമേറ്റ് തുകയെ ന്യായീകരിച്ച് ദേവസ്വം കമ്മീഷണർക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഊരാളുങ്കലിന്റെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനമായ IIIC. ഓഡിറ്റർ വിവരങ്ങൾ തേടിയിട്ടില്ല എന്നാണ് തിങ്കളാഴ്ച നൽകിയ കത്തിൽ സ്ഥാപനം പറയുന്നത്. IIICയോട് തുക കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞിരുന്നു. എസ്റ്റിമേറ്റ് തുകയെ ന്യായീകരിച്ച് IIIC ദേവസ്വം കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം കത്തും നൽകിയിരുന്നു. ഓഡിറ്റർ തങ്ങളോട് വിവരങ്ങൾ തേടിയില്ലെന്നും കത്തിൽ വാദിക്കുന്നുണ്ട്. അതേസമയം തുക കുറയ്ക്കണമെന്ന ബോർഡിന്റെ ആവശ്യത്തിൽ തുടർ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് കമ്പനി. അതേസമയം ആഗോള അയ്യപ്പ സംഗമ കണക്കിൽ വ്യക്തത വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ടാസ്ക് ഫോഴ്സ് ഇന്നു മുതൽ കണക്കുകൾ പരിശോധിക്കും. അടുത്ത 8 ദിവസത്തിനകം കണക്കിൽ വ്യക്തത വരുത്താനാണ് ദേവസ്വം ബോർഡ് നിർദ്ദേശം. ദേവസ്വം കമ്മീഷണർ, അക്കൗണ്ട് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ എന്നിവർ അടങ്ങുന്നതാണ് ടാസ്ക് ഫോഴ്സ്. ഊരാളുങ്കൽ നൽകിയ ഉപകരാറുകളും പരിശോധിക്കാനാണ് തീരുമാനം. നേരത്തെ വലിയ തുകയുടെ കണക്കുകൾ പുറത്തുവന്നപ്പോൾ ദേവസ്വം ബോർഡ് ഇതിനെ പ്രതിരോധിച്ചത് ഇത് ഓഡിറ്റ് റിപ്പോർട്ടല്ല എന്ന വാദമുയർത്തിയാണ്. പുറത്തുവന്ന കണക്കുകൾ എസ്റ്റിമേറ്റ് തുക മാത്രമാണെന്നും ഓഡിറ്റ് കണക്കുകളല്ല എന്നുമായിരുന്നു വാദം. പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രഭാത ഭക്ഷണം നൽകാനായി 1500 പേർക്ക് 1,50,000 രൂപയാണെങ്കിൽ യഥാർത്ഥത്തിൽ ചെലവായത് 3000 പേർക്ക് 4,50,000 രൂപയാണ്. 3 ലക്ഷം രൂപയുടെ വ്യത്യാസമാണുള്ളത്. ചെറുകടികൾ നൽകാനായി എസ്റ്റിമേറ്റിൽ 4000 പേർക്ക് 1,60,000 രൂപയാണ് വകയിരുത്തിയത്. എന്നാൽ ആക്ച്വൽ കണക്കിൽ ഇത് 2 ലക്ഷത്തോളം വരും. ഉച്ചഭക്ഷണത്തിന് 4000 പേർക്ക് 6,80,000 രൂപ എന്ന തുകയാണ് എസ്റ്റിമേറ്റിൽ കാണിക്കുന്നത്. എന്നാൽ ലഞ്ച് കഴിച്ചത് 5000 പേരാണ്. ഇതിന് 8,50,000 രൂപ ചെലവായി. വ്യത്യാസം 1,70,000 രൂപയാണ്. ഈവനിംഗ് സ്നാക്സ് എസ്റ്റിമേറ്റ് തുക 1,60,000 രൂപയാണ്. എന്നാൽ ആക്ച്വൽ തുക 5000 പേർക്ക് 2 ലക്ഷത്തിലധികം രൂപ വരും. വ്യത്യാസം 40,000 രൂപയും. ഡിന്നറിന് എസ്റ്റിമേറ്റ് തുക 1000 പേർക്ക് 1.5 ലക്ഷം എന്നാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ആക്ച്വൽ തുക 3000 പേർക്ക് 4 ലക്ഷമാണ്. ആകെ വ്യത്യാസം 3 ലക്ഷം രൂപയാണ്. ഇങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും എസ്റ്റിമേറ്റ് തുകയേക്കാൾ വളരെ കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ എസ്റ്റിമേറ്റ് തുകയും ആകെ ചെലവായ തുകയും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നെങ്കിലും അവരുടെ ഡേറ്റ് കിട്ടാതെ വന്നതിനെ തുടർന്നാണ് ഇഷാൻ ദേവിന്റെ പരിപാടി നടത്തിയത്. ഇതിനാണ് 8 ലക്ഷം ചെലവായതെന്നാണ് ന്യായം. എന്നാൽ ഇഷാൻ ദേവിന് ആകെ 4 ലക്ഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 4 ലക്ഷം ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നാൽ ഓഡിറ്റിന് കൊടുത്ത ബില്ലിൽ 8 ലക്ഷത്തിന്റെ കണക്കുമുണ്ട്. ഇഷാൻ ദേവിന് പകരം നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരാണ് ഓഡിറ്റിലെത്തിയത്. ഇത് പിശകാണെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇത്തരത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളിൽ നിന്ന് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ CPM ലക്ഷങ്ങൾ വാരിയെന്ന് തിരിച്ചറിയാനാകും. കണക്കുകളില്ലാത്ത ലക്ഷക്കണക്കിന് രൂപ ആർക്ക് ലഭിച്ചു എന്നതും എങ്ങനെ ചെലവാക്കപ്പെട്ടു എന്നതും വ്യക്തമായ അന്വേഷണം ആവശ്യമാണ്. എന്നാൽ 4.99 കോടിയായി ചെലവ് ജയകുമാർ നിജപ്പെടുത്തി ഓഡിറ്റ് റിപ്പോർട്ടിൽ 27 മുൻപ് വ്യക്തത വരുത്തുമ്പോൾ ഈ തിരിമറികൾ ഒന്നും പുറത്തുവരില്ല. ജയകുമാർ പറഞ്ഞതിങ്ങനെയാണ്: അദാനിയുടെ 3.85 കോടി സ്പോൺസർഷിപ്പ് കിട്ടും. കൊടുക്കാൻ 1,15 ലക്ഷമുണ്ട്. ബോർഡ് പണം എടുക്കില്ല. പല സ്പോൺസർമാരും നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരെ സമീപിക്കും. 7 കോടിയാണ് ഊരാളുങ്കൽ ആവശ്യപ്പെടുന്നത്. ഊരാളുങ്കൽ ഉപകരാർ നൽകിയാൽ തെറ്റില്ല. അതിന്റെ ബില്ലുകൾ വരട്ടെ എന്നും വിലയിരുത്തട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെയും ഊരാളുങ്കലിന്റെയും തട്ടിപ്പിൽ ജയകുമാറും അകപ്പെട്ടുവെന്ന് ഇതോടെ മനസ്സിലാക്കാൻ കഴിയും.